മതി, ഇനി വേണ്ട, ഇതെനിക്ക് പറ്റില്ല, ഇനി ഞാൻ നിർത്തുന്നു. മഴ നനഞ്ഞ വഴിയിലൂടെ വേഗം നടക്കുകയായിരുന്നു അജയ്. വഴിയിലുണ്ടായിരുന്ന ഓരോ വെള്ളക്കുഴിയിലും അവന്റെ പ്രതിബിംബം തകർന്നു പോകുന്നതുപോലെ തോന്നി. കണ്ണുകളിൽ നിറഞ്ഞത് നിരാശ, ഹൃദയത്തിൽ തോൽവിയുടെ ഭാരവും. ഇതൊരു ദിവസത്തിന്റെ വേദനയല്ലായിരുന്നു. വർഷങ്ങളായി ചേർന്നു നിന്ന പരാജയങ്ങളുടെ കൂമ്പാരമായിരുന്നു അത്. അവൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവനാണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നെത്തിയെങ്കിലും വലിയൊരു സിനിമാ സംവിധായകനാകണമെന്നായിരുന്നു ലക്ഷ്യം. കുട്ടിക്കാലത്ത് പഴയ ടിവിയിൽ സിനിമകൾ കാണുമ്പോൾ തന്നെ അവൻ തന്റെ ഭാവി കണ്ടിരുന്നു. ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ഒരാൾ, കഥകളിലൂടെ ആളുകളുടെ മനസ്സുകളെ തൊടുന്ന ഒരാൾ. പക്ഷേ യാഥാർത്ഥ്യം അവന്റെ സ്വപ്നങ്ങളെപ്പോലെ സുന്ദരമായിരുന്നില്ല. അവൻ എഴുതിയ ഓരോ കഥയും പ്രതീക്ഷയോടെ അയച്ചിരുന്നത് പ്രൊഡ്യൂസർമാർക്ക്. ഓരോ ഇമെയിലും അയക്കുമ്പോൾ അവന്റെ ഹൃദയം പറഞ്ഞിരുന്നത്, ഇതായിരിക്കും എന്റെ അവസരം. പക്ഷെ തിരിച്ചു വന്ന മറുപടികൾ ഒരേപോലെയായിരുന്നു. ക്ഷമിക്കണം, ഇത് ഞങ്ങൾക്ക് വേണ്ടതല്ല. കഥ നല്ലതാണ്, പക്ഷെ മാർക്കറ്റിന് പറ്റില്ല. കുറച്ചു കൂടുതൽ കമേഴ്ഷ്യലായി ശ്രമിക്കൂ. ആദ്യത്തിൽ അവൻ പ്രതീക്ഷ വിട്ടില്ല. അടുത്തത് നല്ലതാകും എന്ന് പറഞ്ഞ് വീണ്ടും എഴുതാൻ തുടങ്ങി. പക്ഷെ ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി മാറി. നിരസനങ്ങൾ മാത്രം കൂടിക്കൊണ്ടിരുന്നു. ആത്മവിശ്വാസം കുറയുകയും ചെയ്തു. ഒരു ദിവസം ഒരു പ്രൊഡ്യൂസറുമായി നേരിട്ട് കണ്ടുമുട്ടാനുള്ള അവസരം കിട്ടി. അവൻ വലിയ പ്രതീക്ഷയോടെ തന്റെ കഥ പറഞ്ഞു. പക്ഷെ കേട്ടുകഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു, നിനക്ക് ടാലന്റ് ഉണ്ടാകാം, പക്ഷെ ഈ ഇൻഡസ്ട്രി നിനക്ക് പറ്റിയതല്ല. ആ വാക്കുകൾ അജയുടെ മനസ്സിൽ ആഴത്തിൽ കുത്തിയിറങ്ങി. അത് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ മഴ പെയ്യുകയായിരുന്നു. ആകാശം പോലും അവന്റെ മനസ്സിനെപ്പോലെ കരയുന്നതുപോലെ തോന്നി. വഴികളിലൂടെ നടക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരേയൊരു ചിന്ത മാത്രം, എന്തിനാണ് ഞാൻ ഇത്രയും ശ്രമിക്കുന്നത്? എന്തിനു വീണ്ടും വീണ്ടും തോൽക്കണം? അവൻ നിർത്തി, കണ്ണുകൾ അടച്ചു, ഒരു ദീർഘശ്വാസം വിട്ടു. മതി, ഇനി വേണ്ട, ഇതെനിക്ക് പറ്റില്ല, ഇനി ഞാൻ നിർത്തുന്നു. ആ വാക്കുകൾ പറഞ്ഞപ്പോൾ ഒരു ഭാഗത്ത് അവന് ശാന്തി തോന്നി. പക്ഷെ മറ്റൊരു ഭാഗത്ത് അവന്റെ സ്വപ്നങ്ങൾ നിശബ്ദമായി തകർന്നു പോവുകയായിരുന്നു. ആ തീരുമാനമെടുത്ത നിമിഷം തന്നെ അവന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു, ഇത്ര വേഗം തോൽക്കാൻ നീ തയ്യാറായോ? മഴത്തുള്ളികൾ മുഖത്ത് വീഴുമ്പോൾ അവൻ ആകാശത്തോട്ട് നോക്കി. എനിക്ക് ശരിക്കും ഇത് പറ്റില്ലേ? അല്ലെങ്കിൽ ഞാൻ ശ്രമം നിർത്തിയതുകൊണ്ടാണോ തോൽക്കുന്നത്? അവൻ വീട്ടിലെത്തി. നനഞ്ഞ വസ്ത്രങ്ങളോടെ തന്നെ പഴയ സ്ക്രിപ്റ്റുകളെല്ലാം എടുത്തു നോക്കി. ഓരോ പേജിലും അവന്റെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഓരോ വരിയിലും അവന്റെ ഹൃദയം. ഇവയെല്ലാം ഞാൻ ഇങ്ങനെ ഉപേക്ഷിക്കാനാണോ? അവന്റെ കണ്ണുകൾ അല്പം നിറഞ്ഞു. ആ രാത്രി അവനൊരു തീരുമാനമെടുത്തു. ഞാൻ വീണ്ടും തുടങ്ങും. അവസാനമല്ല, വിജയിക്കുന്നതുവരെ. അടുത്ത ദിവസം രാവിലെ വീണ്ടും ഒരു കഥ എഴുതാൻ തുടങ്ങി. ഇത്തവണ ആരെയും സന്തോഷിപ്പിക്കാനല്ല, സ്വന്തം ഹൃദയം പറയുന്നതുപോലെ. ദിവസങ്ങൾ കഴിഞ്ഞു. വീണ്ടും നിരസനങ്ങൾ, വീണ്ടും നിരാശ. പക്ഷെ ഇത്തവണ അവൻ നിർത്തിയില്ല. ഒടുവിൽ ഒരു ചെറിയ പ്രൊഡക്ഷൻ ഹൗസ് അവന്റെ കഥ അംഗീകരിച്ചു. വലിയ ബഡ്ജറ്റൊന്നുമില്ല, വലിയ താരങ്ങളുമില്ല. പക്ഷേ അവന്റെ ആത്മാവുണ്ടായിരുന്നു ആ കഥയിൽ. സിനിമ റിലീസായ ദിവസം ആർക്കും വലിയ പ്രതീക്ഷകളൊന്നുമില്ലായിരുന്നു. സിനിമ വലിയതൊന്നുമായിരുന്നില്ല, പക്ഷേ അതിലൊരാത്മാവുണ്ടായിരുന്നു. ആ ആത്മാവാണ് ആളുകളെ സ്പർശിച്ചത്. ദിവസങ്ങൾക്കുള്ളിൽ ആ സിനിമ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ആളുകൾ പറഞ്ഞത് ഒറ്റ വാക്ക്, ഇത് ഹൃദയത്തിൽ തൊടുന്ന കഥയാണ്. അജയ് വിജയിച്ചു. അവൻ ആ ദിവസത്തിൽ മനസ്സിലാക്കിയ ഒരു സത്യം, പരാജയം അവസാനമല്ല, അത് വീണ്ടും തുടങ്ങാനുള്ള അവസരമാണ്. അവൻ പുഞ്ചിരിച്ചു, കാരണം അവൻ ഒരിക്കലും പിന്മാറിയില്ല.